ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വില്യം ബൂത്ത് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നു. ദരിദ്ര കുടുംബമായിരുന്നതിനാൽ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പോകണമായിരുന്നു. ഇംഗ്ലണ്ടിലെ ദരിദ്രരുടെ ജീവിതം ബാലനായ ബൂത്ത് കണ്ടറിഞ്ഞു. ജീവിക്കാൻ മറുവഴിയില്ലാത്തതുകൊണ്ടാണ് പലരും വളരെ മോശമായ നിലയിൽ ജീവിക്കുന്നത് എന്നവൻ മനസ്സിലാക്കി. ആരും സ്നേഹിക്കാനില്ലാത്തവരും രോഗികളും ഏകാന്തത അനുഭവിക്കുന്നവരുമായിരുന്നു അവരിൽ പലരും. ചെറുപ്പകാലത്ത് തന്നെ ബൂത്ത് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും രാജാവുമായി സ്വീകരിച്ച് ജീവിതം സമർപ്പിച്ചു. വില്യം ബൂത്ത് തെരുവുകളിൽ പ്രസംഗം ആരംഭിച്ചു. പ്രസംഗാനന്തരം മരിച്ചവരുടെയും രോഗികളുടെയും വീടുകൾ സന്ദർശിച്ച് പ്രാപ്തി പോലെ സഹായങ്ങൾ ചെയ്തു. 1865 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ധാരാളം സഹപ്രവർത്തകരുണ്ടായി. അദ്ദേഹം അവരെ ഒരു സൈന്യം എന്ന നിലയിൽ രൂപപ്പെടുത്താൻ തീരുമാനിച്ചു. അനീതിക്കും പാപത്തിനുമെതിരെ യുദ്ധം ചെയ്ത് ആവശ്യക്കാർക്ക് കർത്താവിൻ്റെ സമാധാനം നൽകുന്ന സൈന്യമായിരുന്നു അത്. അദ്ദേഹം അതിന് രക്ഷാസൈന്യം എന്ന പേര് നൽകി ആദ്യ ജനറലായി. തൻ്റെ നേതൃത്വത്തിന് കീഴിൽ അത് ലോകമെങ്ങും പരന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഇവാഞ്ചലിൻ ബൂത്തും സാധുജന സംരക്ഷണത്തിൽ തൽപരരായിരുന്നു. അവൾ അമേരിക്കയിൽ ഈ സൈന്യം സ്ഥാപിക്കാൻ പോയി. വർഷങ്ങളുടെ ക്ലേശപൂർണമായ പ്രയത്നത്തിലൂടെ അവൾ അമേരിക്കയിൽ രക്ഷാസൈന്യം സ്ഥാപിച്ചു. പിന്നീട് അവർ പിതാവിന് പകരം രക്ഷാസൈന്യ ജനറലായി. പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ പടയാളിയായി അറിയപ്പെടണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഏത് നിലയിലുള്ള ഒരു പടയാളിയാണ് ഞാനും നിങ്ങളും? പ്രകാരം വില്യം ബൂത്തിനെ പോലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാൻ, മറ്റുള്ളവരെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം കൊണ്ട് സഹായിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനും കർത്താവിൻ്റെ വേല ഏറ്റവും നന്നായി ചെയ്യുവാനും തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.